ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബഷീർ ദിന ക്വിസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. അപ്പം നമുക്ക് നേരെ ആ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ബഷീർ ദിനം എന്നാണ്? ജൂലൈ 5. രണ്ടാമത്തെ ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി ഏത്? പ്രേമലേഖനം. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏത്? പത്മശ്രീ അവാർഡ് 1982. ഈ ക്വസ്റ്റ്യൻ 1982 ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏത് എന്നും ക്വസ്റ്റ്യൻ വരും. പിന്നെ 1982 ബഷീറിന് ലഭിച്ച പുരസ്കാരം ഏത്? പത്മശ്രീ അവാർഡ് ഏത് വർഷത്തിലാണ് ബഷീറിന് ലഭിച്ചത് എന്നും ക്വസ്റ്റ്യൻസ് വരാം. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം ഏത്? 1908. ബഷീറിൻ്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? കോട്ടയം. മതിലുകൾ എന്ന സിനിമയിൽ ബഷീർ ആയി അഭിനയിച്ചത് ആരാണ്? മമ്മൂട്ടി. വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിൽ? ബേപ്പൂർ സുൽത്താൻ. ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ പ്രസിദ്ധനായത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയത് ആര്? ഫാബി ബഷീർ അഥവാ ബഷീറിൻ്റെ ഭാര്യ. ചോദ്യോത്തരങ്ങളായി ബഷീർ പ്രസിദ്ധീകരിച്ചത് കൃതി ഏത്? നേരും നുണയും. ഒന്നും ഒന്നും ഇമ്മിണി വലിയ ഒന്ന് എന്ന പ്രയോഗം ഏത് പുസ്തകത്തിലാണ്? ബാല്യകാല സഖി അഥവാ ബാല്യകാല സഖിയിലെ പ്രയോഗം ഏത് എന്നും ക്വസ്റ്റ്യൻസ് വരാം. ഒന്നും ഒന്നും ഇമ്മിണി വലിയ ഒന്ന്. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. ബേപ്പൂർ സുൽത്താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏത്? സോജ രാജകുമാരി. സോജ രാജകുമാരി ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഗായകനല്ല, കവി എന്നും പറയും. ആര്? ബേപ്പൂർ സുൽത്താൻ. ബഷീറിൻ്റെ ഭാര്യയുടെ പേരെന്താണ്? ഫാബി ബഷീർ. ഫാബി ബഷീർ എന്നാണ് ഈ ഒരു സ്ത്രീയുടെ പേര്. ഈ ഒരു സ്ത്രീയാണ് നമ്മുടെ ബഷീറിൻ്റെ ഭാര്യ. ഫാത്തിമ ബീവി എന്നും ബ്രാക്കറ്റിൽ വേണമെങ്കിൽ കൊടുക്കാം. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിൻ്റെ പ്രശസ്തമായ കൃതി ഏത്? വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീർ അന്തരിച്ച വർഷമേത്? ബഷീർ മരിച്ച വർഷമേത്? 1994. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന കഥ ഏത്? ഭൂമിയുടെ അവകാശികൾ. ഭൂമിയുടെ അവകാശികൾ എന്ന കഥ എന്താണ് ആശയം? എന്നാൽ ഭൂമിയുടെ അവകാശികൾ എന്ന കഥയുടെ ആശയം ഏത്? അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും. മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? അടൂർ ഗോപാലകൃഷ്ണൻ അഥവാ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത സിനിമ ഏത്? മതിലുകൾ. ബഷീർ എഴുതിയ ഏക നാടകം ഏത്? കഥാബീജം. കഥാബീജം ബഷീർ എഴുതിയ ഏക നാടകമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പിതാവിൻ്റെ പേരെന്ത്? കായ് അബ്ദുറഹ്മാൻ. ബാല്യകാല സഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചത് ആരാണ്? പ്രേം നസീർ.
പ്രേംനസീർ മജീദായി അഭിനയിച്ച സിനിമ ഏത് എന്നും ക്വസ്റ്റ്യൻസ് വരാം. ബാല്യകാല സഖി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ക്വിസിൻ്റെ ക്വസ്റ്റ്യനുകൾ. എന്തായാലും നല്ലോണം പഠിച്ച് മാർക്ക് നേടുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.